ഏതു നിമിഷവും തകർന്നു വീഴാൻ സാധ്യതയുള്ള കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ച് നനഞ്ഞിരുന്നാണ് വാഗമൺ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. സയൻസ്, കൊമേഴ്സ് എന്നീ വിഭാഗങ്ങളിലായി 230 വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി ക്ലാസ്സിലുള്ളത്. ഇതിൽ പ്ലസ് 1 പഠിക്കുന്ന 120 കുട്ടികളുടെ സ്ഥിതിയാണ് ഏറെ ദയനീയം. 64 പണിത ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിനുള്ളിലാണ് 2 ബാച്ചുകളുടെ ക്ലാസ് നടക്കുന്നത്. മുറികൾ തിരിച്ചിട്ടില്ലാത്തതിനാൽ തുണി കൊണ്ടാണ് ക്ലാസുകൾ വേർതിരിച്ചിരിക്കുന്നത്. ഈ മഴക്കാലത്ത് എല്ലാ ദിവസവും നനഞ്ഞു കുതിർന്നാണ് കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്നിരുന്നത്. ഇതുൾപ്പെടെ 4 ഹയർ സെക്കൻഡറി ക്ലാസുകൾ നടക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം കടം നൽകിയിരിക്കുന്ന മുറികളിലാണ്. ഇരിക്കാൻ ആവശ്യത്തിന് ബെഞ്ചും ഡെസ്കുമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ കുട പിടിക്കാത്ത ക്ലാസ് റൂമുകളിൽ ഇരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ ചെറിയ ഹാളിൽ ഞങ്ങൾ 100-120 പേര് ബെഞ്ചോ ഡെസ്കോ ഒന്നും ഇല്ലാതെ വളരെ കഷ്ടപ്പാടോട് കൂടിയാണ് ഇരിക്കുന്നത്. ഒരു ബെഞ്ചിൽ 7-8 പേരൊക്കെയാണ് ഇരിക്കുന്നത്. തമിഴ്, മലയാളം മീഡിയത്തിലായി 1 മുതൽ പ്ലസ് 2 വരെ 24 ക്ലാസ് മുറികൾ വേണ്ടെടുത്ത് ഉള്ളത് 16 മുറികൾ മാത്രം. അതിനാൽ മിക്ക ക്ലാസുകളിലും കുട്ടികൾ തിങ്ങി ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. ഹയർ സെക്കൻഡറിയുടെ ലാബിന് ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും സ്ഥലമില്ലാത്തതിനാൽ സ്റ്റാഫ് റൂമിലും മറ്റും ഇവ കൂട്ടിയിട്ടിരിക്കുകയാണ്. നിർധനരായ തോട്ടം തൊഴിലാളികളുടെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നവരിൽ 90%. SSIയിൽ നിന്നും ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ഒരു ക്ലാസ് മുറി പകുതി പണിതിട്ടുണ്ട്. വാഗമണ്ണിലെ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീഴുമോ എന്ന ഭീതിയിലാണ് കുട്ടികൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.